ഹായ് എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അലീന രാവിലെ മുറ്റമൊക്കെ തൂക്കുന്ന സമയത്ത് രോഹിത് ഒന്ന് പറയും, ചേച്ചി ഇന്നലെ മുറ്റമൊക്കെ തൂക്കുന്നതെന്ന് നോക്കും. അതിനെന്താ ചേച്ചി ഇന്ന് ഇവിടുന്ന് പോവില്ലേ, ചേച്ചി ജോലിയും ചെയ്യേണ്ട, ഇവിടെ വേറെ പെൺകുട്ടികളാരും ഇല്ലയെന്ന് ചോദിക്കും. എനിക്കിപ്പോൾ ഒരു കാര്യം രോഹിത് ചെയ്യാൻ പറയും. എനിക്ക് ഞാൻ ചെയ്യാം, വേണ്ട ഇത് എനിക്കുള്ള ജോലിയോളം ഞാൻ ചെയ്യാമെന്ന് പറയും. അങ്ങനെ ചെന്ന് ബബിതയെ വിളിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ ബബിത പറയും ചേച്ചി ചെയ്യേണ്ടെന്നുണ്ട്. ബബിത ചൂലൊക്കെ മേടിച്ച് മുറ്റമൊക്കെ തൂക്കുന്നുണ്ട്. അതിനുശേഷം കിച്ചണിൽ പോയി ജോലി ചെയ്യാൻ സമയത്ത് കൃഷ്ണജി അങ്ങോട്ട് നിന്നിട്ട് പറയും, ചേച്ചി ഇന്നിവിടെ ഒരു ജോലിയും ചെയ്യേണ്ട, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടേ മുള്ളെന്ന് പറയും. ഇനി എന്തായാലും ഞങ്ങൾ തന്നെ വേണ്ടി എല്ലാം ചെയ്യും, ചേച്ചി ഇവിടുന്ന് പോവില്ലേ, അതുകൊണ്ട് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഇവിടെ ജോലി ചെയ്യാമെന്ന് പറയും. എന്താ മോളെ ഇത്, ഞാൻ ജോലി ഒതുക്കിയിട്ട് പോവാം, വേണ്ട ചേച്ചി ചെയ്യണ്ട, ബബിയേച്ചിന്ന് വിളിക്കും. വേണ്ട ഇനി അവളെ വിളിക്കണ്ട. അപ്പോൾ അലീനയ്ക്ക് നല്ല വിഷമാവും, ഒരു ജോലിയും ചെയ്യേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്. അങ്ങനെ കൃഷ്ണജ ചെന്ന ബബിതയെ വിളിച്ചുകൊണ്ട് വരികയാണ്. ബബിത പറയും, വേണ്ട ചേച്ചി ഇനി ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ട, ഇന്നിവിടുന്ന് പോവില്ലേ, പോയി റെഡിയാവും, പോയി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുകയോ കുളിക്കുകയോ ഒക്കെ ചെയ്യാൻ പറയും. അങ്ങനെ കൃഷ്ണജിയും ബബിതയും കൂടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് അലീനയ്ക്ക് നല്ല വിഷമാവുന്നുണ്ട്. കാരണം അവരിൽ നിന്നൊക്കെ വിട്ടു പോകുന്നതിൻ്റെ ഒരു സങ്കടമാണ് അലീനയ്ക്ക്. അങ്ങനെ അലീന പോയി ഫ്രഷ് ആയതിന് ശേഷം വരും. ആ സമയത്ത് റൂമിലിരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് പാക്ക് ചെയ്യുകയാണ്. ബൈബിള്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ, ഡ്രസ്സും എല്ലാം എടുക്കും. ആ സമയത്ത് ബാലചന്ദ്രൻ കൊടുത്ത പുതിയ വസ്ത്രങ്ങളൊക്കെ കാണുകയാണ്. വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അതിനുശേഷം ബ്രിജിത്ത മമ്മിയുടെ ഫോട്ടോ നോക്കിയിട്ട് ആ ഫോട്ടോയും എടുത്ത് ബാഗിനകത്ത് വെക്കുകയാണ്. അതിനുശേഷം അലീന പോകാൻ റെഡിയാവുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ കൊടുക്കുന്ന സാരിയൊക്കെയാണ് എടുത്ത് കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് കൃഷ്ണജിയും ബബിതയും അങ്ങോട്ട് വരും. അങ്ങനെ ഇത് അച്ഛൻ തന്ന ആഭരണങ്ങളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആഭരണങ്ങളെല്ലാം അലീനയെ അണിയിക്കുകയാണ്. അങ്ങനെ സാരിയൊക്കെ എടുത്ത് ആഭരണങ്ങളൊക്കെ അണിയിച്ച് നല്ല സുന്ദരിയായിട്ട് അലീനയെ ഒരുക്കിക്കൊണ്ട് വരികയാണ്. അപ്പോൾ കൃഷ്ണജിയും ബബിതയും പറയും, ഇപ്പം അലീന ചേച്ചിയെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയും. അങ്ങനെ താഴെയൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. ആ സമയത്ത് അലീന എന്തിയാ മോളെ, ചേച്ചി ഇതാ വരുന്നെന്ന് പറയും. നോക്കുമ്പം ബാലചന്ദ്രൻ കൊടുത്ത ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് പുതിയ വസ്ത്രമൊക്കെ ധരിച്ച് നല്ല സുന്ദരിയായിട്ടാണ് വരുന്നത്. അപ്പം രോഹിതും പറയും, ഇപ്പം അലീന ചേച്ചിയെ കണ്ട അച്ഛൻ്റെ മകളാന്നേ പറയത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി വരികയാണ്. ആ പറയും മോളിരുന്ന് ആഹാരം കഴിക്കാൻ പറയും. അങ്ങനെ അലീന ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങണം, നല്ല ദൂരമുണ്ട്. ശരി അച്ഛാന്ന് പറയും. അങ്ങനെ എല്ലാ ഡ്രസ്സും എല്ലാ ബാഗും എല്ലാം പാക്ക് ചെയ്ത് അലീന അങ്ങോട്ട് ഇറങ്ങുകയാണ്. ആ സമയത്ത് ബബിത അങ്ങോട്ട് വരത്തില്ല. ബബിത റൂമിലിരുന്നങ്ങ് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ കൃഷ്ണജി രോഹിതുമാണ് വരുന്നത്. ആ സമയത്ത് രോഹിതിൻ്റെ പറയും, മോനെ ചേച്ചി ഇവിടുന്ന് പോവുകയാണ്, നീ നല്ലോണം പഠിക്കണം, നിന്നിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട് ചേച്ചിക്ക്, ഇനി ഒരു പ്രശ്നത്തിലും മോൻ ചെന്ന് അകപ്പെടരുത് എന്നൊക്കെ പറയും. അങ്ങനെ രോഹിതിനെ ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കൃഷ്ണജിയടുത്തും പറയും, മോളെ ഞാൻ ഇടയ്ക്ക് വരാം, ഫോൺ ചെയ്യാം, മോൾ വിഷമിക്കരുതെന്നൊക്കെ പറയും. അങ്ങനെ കൃഷ്ണജിക്ക് നല്ല സങ്കടമാണ്. അങ്ങനെയെങ്കിലും അലീനയുടെ മുമ്പിൽ കരയാതിരിക്കാൻ മാക്സിമം കൃഷ്ണനെ ശ്രമിക്കുന്നുണ്ട്. അല്ല ബബിത എന്തി, ബബിയേച്ചി അകത്താന്ന് പറയും. അല്ല അവളെയും കൂടെ കണ്ടില്ല, എനിക്ക് അവളുടെ അടുത്ത് യാത്ര പറയണ്ടായോ, ഞാൻ ചെന്ന് വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയും. ആ സമയത്ത് കൃഷ്ണജ ചെന്നിട്ട് ബബിതയെ വിളിക്കുന്ന, ചേച്ചി അലീന ചേച്ചി യാത്ര പറയാൻ വിളിക്കുന്ന പറയും. എനിക്കങ്ങ് കാണണ്ട ആരെയും, ഞാൻ വരുന്നില്ലെന്ന് പറയും. എന്താ ചേച്ചി ഇത്, അല്ല ചേച്ചിയെ കാത്ത് നിൽക്കുമെന്ന് പറയും. വേണ്ടെന്നില്ല നിന്നോട് പറഞ്ഞത്, നമ്മളെയൊക്കെ ഉപേക്ഷിച്ച് ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചതല്ലേ, വേണ്ട ഇനി എനിക്ക് ആരും എന്നോട് യാത്രയൊന്നും പറയണ്ടെന്ന് പറയും. അപ്പോൾ പറയുന്നതിന് മുമ്പ് അങ്ങ് ബബിത കരയുവാണ്. ആ സമയത്ത് കൃഷ്ണജിക്ക് മനസ്സിലാവും അലീനയെ പിന്നെയും കാണുമ്പോൾ ബബിതയ്ക്കുണ്ടാകുന്ന സങ്കടം കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നതെന്ന്. പെട്ടെന്ന് തന്നെ കൃഷ്ണജ അങ്ങ് റൂമിൽ നിന്ന് പുറത്തിറങ്ങും. ആ സമയത്ത് അലീനയുടെ അടുത്ത് വന്നിട്ട് പറയും, മോളെ ബബിത എന്തി, അത് ബബിയേച്ചി വരുന്നില്ലെന്ന് പറഞ്ഞു, ചേച്ചി യാത്ര ആവുന്നത് കാണാൻ, അല്ല ചേച്ചി പോകുന്നത് കാണാൻ ബബിയേച്ചിക്ക് പറ്റുന്നില്ല, ഭയങ്കര സങ്കടത്തില്ല, റൂമിലിരുന്ന് നല്ലോണം കരയുവാന്ന് പറയും. വേണ്ട ഇനി ചെന്ന് ചേച്ചിയെ കരയിപ്പിക്കണ്ടെന്ന് പറയും. എനിക്ക് ശരി മോളെ ഞാൻ ഇറങ്ങുവാന്ന് പറയും. അലീനയ്ക്ക് നല്ല വിഷമമുണ്ട്. അങ്ങനെ അലീന പതുക്കെ എല്ലാവരോടും കയ്യിലൊക്കെ ഇങ്ങനെ പിടിച്ച് പതുക്കെ അങ്ങ് ഇറങ്ങിയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ചെന്ന് പറഞ്ഞും പോയി സ്വന്തം മകളാണ് സ്റ്റാൻലി മോളെ ഏറ്റെടുക്കണമെന്ന്. അലീനെ പിരിയാൻ ബാലേന്ദ്രന് മനസ്സുമില്ല. അങ്ങനെ ബാലചന്ദ്രനും വിഷമിച്ചാണ് കാറിലിരിക്കുന്നത്. അങ്ങനെ അലീന വളരെ വിഷമത്തോടുകൂടി പതുക്കെ കാറിലോട്ട് കയറുകയാണ്. അങ്ങനെ നെടുമ്പരിക്കൽ വീട്ടിൽ നിന്ന് അലീന ബാലചന്ദ്രനൊപ്പം കുളത്തൂപ്പുഴയിലുള്ള സ്വന്തം അച്ഛനായ സ്റ്റാൻലിയുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവരുടെ കാറ് ഗേറ്റ് കടക്കുമ്പോഴത്തേക്ക് കൃഷ്ണജ ഭയങ്കര കരച്ചിലാണ്. കൃഷ്ണജയെ രോഹിത് അങ്ങ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ബബിത റൂമിലിരുന്ന് കരഞ്ഞിട്ട് കാറ് സ്റ്റാർട്ട് ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് ബബിത കിടന്നങ്ങ് ഓടി വരികയാണ്. ആ സമയത്ത് ചോദിക്കും, ബബിയേച്ചി അല്ലേ ചേച്ചി പോയോ, പോയെന്ന് പറയും. അപ്പോഴത്തേക്ക് പറയും, നീ എന്താ ചേച്ചി പോകുന്ന നേരത്ത് ഇങ്ങോട്ട് വരാമെന്ന് ചോദിക്കും. രോഹിട്ടിനോട് പറ്റുമോ, രോഹിട്ടിനെ കൊണ്ട് പറ്റുമോ അലീന ചേച്ചിയോട് യാത്ര പറയാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ എൻ്റെ സ്വഭാവം ഇത്രത്തോളം മാറ്റിയതും എന്നെ നിർണായകമായ
എൻ്റെ ജീവിതത്തിൽ ഒരു ഘട്ടം വന്നപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത് സ്നേഹം കൊണ്ട് എന്നെ കീഴ്പ്പെടുത്തിയ അലീന ചേച്ചിയാണ്. ചേച്ചിയോട് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. എന്നെ കോളേജിൽ തിരിച്ചെടുക്കത്തില്ലെന്ന് പ്രിൻസിപ്പൽ അച്ഛൻ പറഞ്ഞ സമയത്ത് ചേച്ചി സംസാരിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് കോളേജിൽ തുറന്ന് പഠിക്കാൻ പറ്റിയത്. അതുപോലെ കേസിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താനും എല്ലാം അലീന ചേച്ചി ഒരുപാട് ശ്രമിച്ചു. ആ ചേച്ചിയെ എനിക്ക് ചേച്ചിയോട് യാത്ര പറയാൻ കഴിയില്ല. പക്ഷേ ചേച്ചിയുടെ നിർബന്ധമായിരുന്നു ഇവിടുന്ന് പോകണമെന്നുള്ളത്. അതുകൊണ്ടല്ലേ നമുക്ക് ആർക്കെങ്കിലും മനസ്സുണ്ട് ചേച്ചിയെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ. നമ്മൾ എത്ര നിർബന്ധിച്ചതാണ് ചേച്ചിയുടെ ഇവിടുന്ന് പോവല്ലോ എന്ന് പറഞ്ഞതാണ്. എന്നിട്ടും ചേച്ചിക്ക് പോകണമെന്നില്ലേ വാശി. ഇതിനെല്ലാം കാരണം അമ്മയാണെന്ന് ബബിത പറയും. അത് ശരിയാണ്. അമ്മയുടെ നിർബന്ധം ഒരു അല്ല ചേച്ചി ഇവിടുന്ന് പോകണമെന്ന്. ചേച്ചി പോയാൽ മാത്രമല്ലേ അമ്മ ഇവിടുന്ന് തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ കൃഷ്ണജയൻ പറയുന്നുണ്ട്, ഇപ്പോഴോ ചേച്ചി പോയെന്ന് പറഞ്ഞാൽ അമ്മ ഇങ്ങോട്ട് തിരിച്ചു വരും. തിരിച്ചു വന്നാൽ എന്തിനാ? തിരിച്ചു വന്നാൽ അച്ഛനുമായിട്ട് പിന്നെയും വഴക്കാവും. അപ്പം നമുക്ക് ഒരു സമാധാനം കിട്ടത്തില്ല. ഇത്രയും ദിവസം നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ ചേച്ചി പോയതോടുകൂടി ആ സന്തോഷം ഇല്ലാതായി. ഇനി പഴയതുപോലെ തന്നെ അച്ഛൻ്റെ അമ്മയുടെ വഴക്കിനിടയ്ക്ക് നമ്മൾ കേട്ടുകൊണ്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണജ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്രൻ അലീനയും കൂട്ടിക്കൊണ്ട് കുളത്തൂപ്പുഴയ്ക്ക് പോവുകയാണ്. അങ്ങനെ അലീന കാറിലിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ബാലചന്ദ്രനങ്ങ് നല്ല സങ്കടമാണ്. അങ്ങനെ ബാലചന്ദ്രൻ അലീന എടുത്ത് ചോദിക്കും, മോളെ ഞാനിപ്പോഴും മോളോട് ചോദിക്കുക, മോൾക്ക് വീട്ടിൽ നിന്ന് പോകണമെന്ന് നിർബന്ധമാണോ? മോൾക്ക് നല്ല വിഷമമുണ്ടെന്ന് അച്ഛനറിയാം. അതുകൊണ്ട് തന്നെ മോൾക്ക് താല്പര്യമില്ലെങ്കിൽ മോൾ പോകണ്ട, നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് തന്നെ പോകാമെന്ന് അലീനയുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. ആ സമയത്ത് അലീന പറയും, അച്ഛൻ പറഞ്ഞത് ശരിയാണ്, എനിക്ക് വീട്ടിൽ നിന്ന് പോകുന്നതിന് നല്ല സങ്കടമുണ്ട്. എന്നെ പറഞ്ഞയക്കുന്നത് അച്ഛനും രോഹിക്കും ബബിക്കും കൃഷ്ണയ്ക്കും ഒക്കെ നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനെടുത്ത തീരുമാനം ശരിയായിരുന്നു അച്ഛാ. ഞാൻ അവിടുന്ന് പോയെങ്കിൽ മാത്രമേ മേഡം അങ്ങോട്ട് തിരിച്ചു വരത്തുള്ളൂ. അപ്പം അതറിഞ്ഞുകൊണ്ട് പിന്നെ ഞാനവിടെ നിൽക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് പോകാൻ തീരുമാനിച്ചത്. അതൊരു നല്ല തീരുമാനം തന്നെയാണ് എന്ന് പറയും. പക്ഷേ എനിക്ക് ആ വീട്ടിൽ നിന്ന് പോകുന്നതിൽ നല്ല സങ്കടമുണ്ടെന്നും അലീന പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ബാലേന്ദ്രനങ്ങ് ഭയങ്കര വിഷമമാണ്. അതിനുശേഷം അലീനയോട് ചോദിക്കും, നമ്മളിപ്പോൾ പോകുന്നത് എവിടേക്കാണെന്ന് മോൾക്കറിയാമോ? അറിയാം, അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ കുളത്തൂപ്പുഴയിലുള്ള ഒരു പ്ലാന്ററുടെ വീട്ടിലോട്ട് എന്നെ ജോലിക്ക് കൊണ്ടുപോകാമെന്നുള്ളത്? അത് ശരിയാ, നിന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കണമെന്ന് വൈജ പറഞ്ഞ സമയത്ത് ഞാൻ ഒന്ന് തീരുമാനിച്ചിരുന്നു. നീ സ്വന്തം അമ്മയുടെ അടുത്ത് വന്നത് സുരക്ഷിതമായൊരു സ്ഥലത്താണെന്ന് കരുതിയാണ് നീ വന്നത്. പക്ഷേ ആ ഒരു സുരക്ഷിതത്വം നിൻ്റെ അമ്മയുടെ കൈകളിൽ നിനക്ക് കിട്ടിയില്ല. പക്ഷെ പിന്നെ ഞാൻ അന്വേഷിച്ചത് നിൻ്റെ അച്ഛനെക്കുറിച്ചാണ്. നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നീ ഏറ്റവും അധികം സുരക്ഷിതയായിരിക്കും. അമ്മയിൽ നിന്ന് നീ അമ്മയുടെ വീട്ടിൽ നിന്ന് നീ പോകുമ്പോൾ നീ അതിലും സുരക്ഷിതമായ കരങ്ങളിൽ തന്നെ എത്തണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അച്ഛനെ തേടി ഇറങ്ങിയെന്ന് പറയും. അങ്ങനെ അലീന ഇങ്ങനെ ഒന്നും മനസ്സിലാവാത്താണെങ്കിൽ നോക്കിയിരിക്കുകയാണ്. അച്ഛനെ അന്വേഷിച്ചു. അതെ, ഞാൻ 2 ദിവസം മുമ്പ് ഗോവർദ്ധനോട്ടൊരു യാത്ര പോയിരുന്നില്ലേ? പോയിരുന്നു. ആ യാത്ര നിൻ്റെ അച്ഛനെ തേടിയായിരുന്നു പറയും. പിന്നെ നിന്നെ നിൻ്റെ അച്ഛൻ സംരക്ഷിക്കും എന്നുള്ള ഒരു ഉറപ്പും എനിക്കുണ്ടായിരുന്നു പറയും. അപ്പോൾ ഞാനിപ്പം നിന്നെ കൊണ്ടുപോകുന്നത് ഒരു പ്ലാന്ററുടെ വീട്ടിലോട്ട് മാത്രമല്ല, നിൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്കാണെന്ന് പറയും. അപ്പോൾ അലീന ഇങ്ങനെ ഞെട്ടലോടെ നിൽക്കുകയാണ്. അച്ഛൻ്റെ വീട്ടിലേക്കോ? അതെ, കുളത്തൂപ്പുഴയിലുള്ള പ്ലാന്ററായ സ്റ്റാൻലി ജോസഫ് നിൻ്റെ അച്ഛനാണെന്ന് പറയും. ഇത് കേൾക്കുന്ന അലീന വളരെ ആശ്ചര്യത്തോടുകൂടി അത്ഭുതത്തോടും കൂടി ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. അപ്പം അലീനയും കൊണ്ട് ബാലചന്ദ്രൻ മേനോൻ പോകുന്നത് സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കാണെന്നുള്ളത് അലീനയെ ബാലചന്ദ്രൻ മേനോൻ അറിയിക്കുകയാണ്. അങ്ങനെ അറിയിച്ചുകൊണ്ട് തന്നെയാണ് അലീനയെ അവിടെ കൊണ്ടു ചെല്ലുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ അടുത്ത ദിവസം കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.